ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് റവ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഉണ്ട ഉണ്ടാക്കിയെടുക്കാം. ഇത് 1 കപ്പ് റവ, അപ്പോൾ തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് പുഴുങ്ങി വെച്ചതാണ്. പിന്നെ അപ്പോൾ 1 ക്യാരറ്റ്, കുറച്ച് കാബേജ്, കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് തേങ്ങ, ചെറിയുള്ളി. ഈ തേങ്ങയും ചെറിയുള്ളിയും കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് ഇട്ടിട്ട് നമുക്ക് അരക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അരച്ച് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങൻ്റെ അരപ്പ് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ പിന്നെ വേറെ വെള്ളം നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല. അത്രയെല്ലാം പൊടിയുള്ളൂ, 1 കപ്പ് പൊടിയുള്ളൂ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ വെള്ളം തിളച്ച് വരണം. അപ്പോൾ നമുക്ക് റവ ഇടും. അത് തിളക്കുമ്പോഴത്തേക്ക് നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാം അതിലേക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിന് ഞാൻ കുറച്ച് കഴുകിയിട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് സവാള കൊടുക്കാം, കറിവേപ്പില, മൂത്ത് വന്നു അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് അല്ല, കാബേജ്, ക്യാരറ്റ്, പച്ചമുളക്, ഉപ്പിട്ടേക്ക. ഇത് വെന്ത് വന്നിട്ട് ഒന്ന് മൂടിച്ചേക്ക. ഇനി നമുക്ക് അതിൽ പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് റവ ചേർക്കാം. പൊന്ത് ഞാൻ 1.5 കപ്പ് വെള്ളത്തിലാണ് അരച്ചെടുത്തത്. അത് കണക്കാ വെള്ളം. ഇനി ഇതൊന്ന് ചൂടാകുമ്പോഴത്തേന് നമ്മൾ മസാലയും കാബേജൊക്കെ വെന്ത് വന്ന് നമ്മൾ കുറച്ച് മഞ്ഞളുണ്ട് കൊടുക്കും. പിന്നെ കുറച്ച് മുളകുണ്ട് കൊടുക്കും. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. എരിവ് വേണമെന്നുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ആവശ്യമില്ല. നമുക്ക് വേപ്പിച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഇറക്കി ചേർത്ത് ഉരുളക്കിഴങ്ങ് വെളുപ്പിക്കുമ്പോൾ എപ്പോഴും തൊലിയോടുകൂടെ വെളുപ്പിച്ചാൽ മതി. അതാണ് നല്ല. ഒരു കുക്കറിലിട്ട് കൊടുത്താൽ മതി, അപ്പോൾ വേഗം വേണ്ടി. അങ്ങനെ നമുക്ക് റവയിലേക്ക് വെച്ചു. റവ ചൂടാക്കിയിട്ടുണ്ട്, പൊടികൾ പൊടിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഹാർഡായിട്ടുണ്ട്, റവ അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം, അത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവില്ല, ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാറ്. റവ വേഗം ഹാർഡായിട്ട് വരും. ഇതൊരു കപ്പിന് ഞാൻ ഏകദേശം 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തു. 1.5 കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ചിട്ട് ആ വെള്ളത്തിൽ അരച്ചത്. കുറച്ചൊന്ന് കറിവേണം, കുറച്ച് വെള്ളം എടുത്തിട്ടൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ മസാല
ഇതിലേക്ക് വെച്ചു അങ്ങോട്ട് ഓഫ്. ഷേപ്പാക്കി എടുത്താൽ ഇതേപോലെ നമുക്ക് നന്നായി ചെയ്യാം. കയ്യോളം വെച്ചാൽ മതി. ഈ രീതിക്ക് കിട്ടിയാൽ മതി പൊടി. നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഇതൊക്കെ നമുക്ക് ലോക്ക് ചെയ്യുന്ന ഷേപ്പാക്കി കുറച്ച് വെച്ചിട്ട് ചേർത്ത് നന്നായി ഷേപ്പാക്കി നമുക്ക് സ്റ്റീം ചെയ്തെടുത്താൽ. ഈ വെച്ചു കൊടുക്കുന്ന മസാല ഒന്ന് ഒരു ഉരുളാക്കിയിട്ട് വെച്ചു കൊടുത്താൽ മതി. ചെറിയൊരു ഉരുളാക്കിയിട്ട് മസാല ഒന്ന് ഇങ്ങനെ വെക്കുമ്പോൾ ഒന്നൊരു ഉരുള കൈ കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഉരുളാക്കിയിട്ട് വെച്ചു കൊടുത്താൽ. അപ്പോൾ പിന്നെ അധികം പുറത്തേക്കൊന്നും വരും. നന്നായി ഷേപ്പാക്കി ഇതേപോലെ എല്ലാം ഉണ്ടാക്കും. ഇതിലുള്ള വെള്ളം തളിച്ച് വന്നിട്ടുണ്ട്. കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അത്ര ഒരു കപ്പ് മാവിന് നമുക്ക് ചെറിയ ഉണ്ടകളുണ്ട് കേട്ടോ. വലിയ വലിപ്പത്തിലുള്ള വലിപ്പമുണ്ട്. ഒരു കപ്പ് മാവിന് നമുക്ക് 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. എന്താ ഇത്ര മതി ഒരു വീട്ടിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ. ഇതുപോലെ ഇതൊന്ന് വെന്ത് വെക്കാൻ വന്നിട്ടുണ്ട്. ചൂടാറിയതിൻ്റെ ശേഷം ഇതിനെടുക്കാവുള്ള നമുക്ക് ചൂടാറിയിട്ട് ഇതിനെടുക്കാം. അല്ലെ പൊട്ടിക്കും. നമ്മൾ പൊതിഞ്ഞ് വെച്ച ഉണ്ടല്ല ഇവിടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചൂടാറിയിട്ട് എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ കയ്യും കൊണ്ടും ഇറങ്ങുന്നുണ്ട്. ചൂടാറിയിട്ട് എടുക്കാതെ അപ്പൊ നമുക്ക് ഇതിൽ ഒട്ടാണ്ട് ഇതുപോലെ എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇത് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഞാൻ ചെറിയ ഉള്ളി, ഇങ്ങനെ മുളക്, അതുപോലെ തന്നെ ചില്ലി ഫ്ലെക്സ്, പിന്നെ ചെറിയ ഉള്ളി, 2-3 വെളുത്തുള്ളി തോടോടക്കനെ കുത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുത്തതാണ്. നല്ല ഓയിലിട്ടിട്ട് അപ്പോൾ പിന്നെ നേരെ ഒന്ന് ഇട്ടെടുത്തിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഒന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് കലക്കിയിട്ട് മുക്കി പൊരിക്കുകയും ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യും വേണം, ഷെയർ ചെയ്യും വേണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ഇതുണ്ടാക്കി നോക്കിയും വേണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.